കേരളത്തിലെ തിയേറ്ററുകൾ ഈ വർഷം തുടങ്ങിയത് തന്നെ റിലീസിനെത്തിയ പടങ്ങളിൽ ഭൂരിഭാഗത്തെയും ഹിറ്റടിപ്പിച്ചാണ്. ഓണത്തിനെത്തിയ പടങ്ങളും ആ ഓളത്തിൻ്റെ കൂടെ അങ്ങ് പോയി. ഇനി വരാനിരിക്കുന്നത് ഒക്ടോബറാണ്. കൂടെ ഒരു പിടി സിനിമകളും. പതിവ് പോലെ ഈ വർഷത്തെ ഓണം റിലീസുകളിൽ കേരള ബോക്സ് ഓഫീസിന് ചാകരയായിരുന്നു. ടൊവിനോയുടെ ARMഉം ആസിഫ് അലിയുടെ കിഷ്കിന്ധാ കാണ്ഡവും കളക്ഷൻ തൂത്തുവാരി. ആ നിരയിലേക്ക് സിനിമാ പ്രേമികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന മറ്റൊരു ത്രില്ലറാണ് ഒക്ടോബറിലെത്തുന്ന അമൽ നീരദ് ചിത്രം ബോഗൻവില്ല. ഭീഷ്മപർവത്തിന് ശേഷം അമൽ നീരദ് ഒരുക്കുന്ന ബോഗൻവില്ലയിൽ കുഞ്ചാക്കോ ബോബനും ഫഹദ് ഫാസിലും ജ്യോതിർമയുമാണ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നത്. കുഞ്ചാക്കോ ബോബനും അമൽ നീരദും ആദ്യമായി ഒന്നിക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം നടി ജ്യോതിർമയി നായികയാവുന്നു എന്നതെല്ലാം സിനിമയ്ക്കുള്ള പ്രത്യേകതകളാണ്. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ബോഗൻവില്ലയുടെ പ്രൊമോ സോങ്ങും ട്രെൻഡ് ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സുഷിൻ ശ്യാം സംഗീതം ഒരുക്കിയ സ്തുതി എന്ന ഗാനത്തിന് വരികൾ എഴുതിയത് വിനായക് ശശികുമാറാണ്. കുഞ്ചാക്കോ ബോബിൻ്റെയും ജ്യോതിർമയുടെയും ഡാൻസ് പെർഫോമൻസ് ആണ് സ്തുതിയുടെ ഹൈലൈറ്റ്. ഗാനരംഗത്തിൽ പുത്തൻ ലുക്കിലാണ് ജ്യോതിർമയി എത്തുന്നത്. ക്രൈം ത്രില്ലർ നോവലുകളിലൂടെ ശ്രദ്ധേയനായ ലാജോ ജോസിനൊപ്പം ചേർന്നാണ് അമൽ നീരദ് ബോഗൻവില്ലയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ലാജോയുടെ റൂത്തിൻ്റെ ലോകമാണോ ചിത്രമാകുന്നത് എന്ന അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. ഷറഫുദ്ദീൻ, വീണ നന്ദകുമാർ, ശ്രിന്ദ തുടങ്ങിയവരും സിനിമയിൽ പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഒക്ടോബർ 17-നാണ് ബോഗൻവില്ല പ്രദർശനത്തിനെത്തുന്നത്. തമിഴ് സിനിമാസ്വാദകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒക്ടോബർ റിലീസാണ് വേട്ടയ്യൻ. തലൈവർ രജനീകാന്ത് നായകനായി എത്തുന്ന വേട്ടയ്യനിൽ അമിതാഭ് ബച്ചൻ, മഞ്ജു വാര്യർ, ഫഹദ് ഫാസിൽ തുടങ്ങി വമ്പൻ താരനിര തന്നെയാണ് അണിനിരക്കുന്നത്. ജയ് ഭീമിന് ശേഷം TG ജ്ഞാനവേൽ സംവിധാനം ചെയ്യുന്ന ചിത്രം ആക്ഷൻ ഡ്രാമ ജോണറിലാണ് എത്തുന്നത്. ചിത്രവുമായി ബന്ധപ്പെട്ട് വരുന്ന അപ്ഡേറ്റുകൾ ഇരുകൈയും നീട്ടിയാണ് പ്രേക്ഷകർ സ്വീകരിക്കുന്നത്. അനിരുദ്ധ് രവിചന്ദർ സംഗീതം നൽകിയ ചിത്രത്തിലെ മനസ്സിലായോ എന്ന ഗാനം സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം ട്രെൻഡായി മാറിയിട്ടുണ്ട്. ഗാനരംഗത്തിൽ രജനീകാന്തിനൊപ്പമുള്ള മഞ്ജു വാര്യരുടെ ഡാൻസും ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ട്. ചിത്രത്തിൽ രജനീകാന്തിൻ്റെ പുത്തൻ ഗെറ്റപ്പും ആരാധകർക്കിടയിൽ ഇതിനകം ഹിറ്റാണ്. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റായാണ് ചിത്രത്തിൽ തലൈവർ എത്തുക. സത്യദേവ് എന്ന കഥാപാത്രമായി അമിതാഭ് ബച്ചനും പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. ജയിലറിൽ വിനായകൻ വന്നതുപോലെ മലയാളി നടൻ സാബുമോനാണ് വേട്ടയ്യനിലെ മറ്റൊരു സർപ്രൈസ് കാസ്റ്റ്. ചിത്രത്തിൽ വില്ലനായാണോ സാബുമോൻ എത്തുകയെന്നും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ ഉയരുന്നുണ്ട്. ഒക്ടോബർ 10-നാണ് വേട്ടയ്യൻ തിയേറ്ററുകളിൽ എത്തുക. അമരനാണ് ഒക്ടോബറിലെത്തുന്ന മറ്റൊരു തമിഴ് ചിത്രം. തമിഴ്നാട്ടിൽ നിന്നുള്ള ആർമി ഓഫീസർ മേജർ മുകുന്ദ് വരദരാജിൻ്റെ ബയോപിക്കാണ് രാജ്കുമാർ പെരിയസ്വാമി സംവിധാനം ചെയ്യുന്ന സിനിമ. ശിവകാർത്തികേയനും സായ് പല്ലവിയുമാണ് അമരനിലെ പ്രധാന കഥാപാത്രങ്ങൾ. മേജർ മുകുന്ദ് വരദരാജനായി ശിവകാർത്തികേയൻ എത്തുമ്പോൾ ഭാര്യയായ ഇന്ദു റബേക്ക വർഗീസിൻ്റെ വേഷത്തിലാണ് സായ് പല്ലവി എത്തുന്നത്. കമൽഹാസൻ്റെ രാജ് കമൽ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രം ദീപാവലി റിലീസായിരിക്കും. ആലിയ ഭട്ടിനെ കേന്ദ്ര കഥാപാത്രമാക്കി വസൻ ബാല സംവിധാനം ചെയ്യുന്ന ജിഗ്രയാണ് ബോളിവുഡിലെ മേജർ റിലീസ്. വിദേശത്ത് ജയിലിൽ കഴിയുന്ന സഹോദരനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന സത്യയാണ് ആലിയ എത്തുന്നത്. സഹോദരനായ യുവനടൻ വേദങ് റൈനയും എത്തുന്നുണ്ട്. ആദിത്യ നന്ദ, ശോഭിത ദുദിബാല എന്നിവരും സിനിമയിലെ പ്രധാന കഥാപാത്രങ്ങളാണ്. ആക്ഷൻ ത്രില്ലർ ജോണറിലെത്തുന്ന സിനിമയുടെ ട്രെയിലർ ശ്രദ്ധ നേടിയിരുന്നു. കരൺ ജോഹറും ആലിയ ഭട്ടും ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രം ഒക്ടോബർ 11-ന് തിയേറ്ററുകളിലെത്തും. ഓസ്കാർ തിളക്കമുള്ള ജോക്കർ എന്ന ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമായ ജോക്കർ ഫോളി അഡിയോ ആണ് ഒക്ടോബറിലെ ഹോളിവുഡിലെ അട്രാക്ഷൻ. ടോഡ് ഫിലിപ്സ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ വാക്വിൻ ഫീനിക്സ്, ലേഡി ഗാഗ എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ആർതർ ഫ്ലെക്കായി ഫീനിക്സ് വീണ്ടും എത്തുമ്പോൾ ഹാർലി ക്യൂൻ എന്ന കഥാപാത്രത്തെയാണ് ലേഡി ഗാഗ അവതരിപ്പിക്കുന്നത്. 2019-ൽ ഒട്ടേറെ ആരാധക പ്രീതി പിടിച്ചുപറ്റിയ ജോക്കറിൻ്റെ ആദ്യ ഭാഗം R-rated സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക വിജയങ്ങളിൽ ഒന്നായിരുന്നു. കൂടാതെ സിനിമയിലെ അഭിനയത്തിന് ആ വർഷത്തെ ഓസ്കാർ അടക്കം മികച്ച നടനുള്ള ഒട്ടേറെ പുരസ്കാരങ്ങൾ വാക്വിൻ ഫീനിക്സ് സ്വന്തമാക്കുകയും ചെയ്തിരുന്നു. ആദ്യ ഭാഗത്തിന് സമാനമായി സൈക്കോളജിക്കൽ ത്രില്ലറായി തന്നെയാണ് ജോക്കർ 2 ഒരുക്കിയിരിക്കുന്നത്. ഒക്ടോബർ 2-നാണ് ചിത്രം ആഗോളതലത്തിൽ റിലീസ് ചെയ്യുക. വിനായകനും സുരാജ് വെഞ്ഞാറമൂടും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്ന തെക്ക് വടക്ക് മലയാളത്തിൽ നിന്നുള്ള മറ്റൊരു ഒക്ടോബർ റിലീസാണ്. സുരാജ് വെഞ്ഞാറമൂടും വിനായകനും ആദ്യമായി നായക വേഷത്തിൽ ഒന്നിക്കുന്ന സിനിമയാണ് തെക്ക് വടക്ക്. ചിത്രത്തിലെ ഇരുവരുടെയും ക്യാരക്ടർ ലുക്കുകളും ശ്രദ്ധേയമാണ്. സാഹിത്യകാരൻ S. ഹരീഷിൻ്റെ രചനയിൽ പ്രേംശങ്കർ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒക്ടോബർ 4-നാണ് റിലീസിനെത്തുന്നത്. കിസ്മത്ത്, തൊട്ടപ്പൻ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാനവാസ് K. ബാവക്കുട്ടി സംവിധാനം ചെയ്യുന്ന ഒരു കട്ടിൽ ഒരു മുറി എന്ന സിനിമയും ഒക്ടോബറിൽ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. സിജു വിൽസൺ നായകനായി എത്തുന്ന പുഷ്പക വിമാനം, സുരാജ് വെഞ്ഞാറമൂട് നായകനായി എത്തുന്ന മുറ എന്നിവയാണ് ഒക്ടോബറിൽ റിലീസിനെത്തുന്ന മറ്റ് മലയാള സിനിമകൾ. 100 കോടിയുടെ നിറവിൽ നിൽക്കുന്ന ARMഉം ബോക്സ് ഓഫീസിൽ അപ്രതീക്ഷിത വിജയം നേടിയ കിഷ്കിന്ധാ കാണ്ഡവുമാണ് കേരള ബോക്സ് ഓഫീസിനെ സെപ്റ്റംബറിൽ താങ്ങി നിർത്തിയത്. സെപ്റ്റംബർ ആദ്യം എത്തിയ ഗോട്ടിന് നേടാനാവാത്ത വിജയം കേരള ബോക്സ് ഓഫീസിൽ നേടാൻ വേട്ടയ്യനാകുമോ? ഒപ്പം സ്തുതിപാടി എത്തുന്ന ബോഗൻവില്ല മലയാളത്തിൻ്റെ സീൻ മാറ്റുമോ എന്നതൊക്കെയാണ് സിനിമാ പ്രേമികളുടെ മുന്നിലെ ചോദ്യങ്ങൾ.